Okay, good morning. Morning. Okay. അപ്പോ നമ്മള് ലാസ്റ്റ് ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. നമ്മള് ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ്. എന്താ ചാപ്റ്ററിന്റെ പേര്? പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ. ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരാളെ കുറിച്ച് നമുക്കറിയണം. ആരാണ്? പേരെന്താ വായിച്ചോന്ന്? എഡ്വേർഡ് ബെർണീസ്. എഡ്വേർഡ് ബെനറൈസ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എഡ്വേർഡ് ലൂയിസ് ബെനറൈസ്. ആ ഒരു പേരാണോ നിങ്ങൾ? അതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. എഡ്വേർഡ് ലൂയിസ് ബെനറൈസ്. ഒന്ന് നോട്ട് ചെയ്തേ. ഫുൾ നെയിം ആണ്ടത്. ടീച്ചർ ഇത് എവിടെ കിടക്കുക? ഏത് മൊഡ്യൂളിലാ കിടക്കുന്നേ? തേർഡ് മൊഡ്യൂളില് ചാപ്റ്റർ 4. തേർഡ് മൊഡ്യൂളില് ചാപ്റ്റർ 4 മോന്റെ ബുക്കിലായിരിക്കും ആണെങ്കിൽ ചാപ്റ്റർ 4 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. തേർഡ് മൊഡ്യൂള് ചാപ്റ്റർ 4. അത് PDF-ലല്ലേ ടീച്ചറെ? പക്ഷെ ബുക്കിൽ കാണുന്നില്ല. ആണോ? ഫ്രണ്ടിലേക്ക് ഒന്ന് നോക്കിയേ. പഴയ സിലബസ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ ടോമിന്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലേ നമ്മള്? അത് ലാസ്റ്റ് ചാപ്റ്റർ അല്ലായിരുന്നു ടീച്ചറെ? അതെ, 13ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കിട്ടി 37th ചാപ്റ്റർ. എത്രയാണ്? 37th ചാപ്റ്റർ എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പേജ് നമ്പർ 21. പേജ് നമ്പർ. ഓക്കെ. നമ്മുടെ ഇതില് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ചാപ്റ്റർ 4 ആണ്. പുതിയ സിലബസ് പ്രകാരം ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4 പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റൽസ് ആണ്. നമ്മളിതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആരായിരുന്നു അദ്ദേഹം? എഡ്വേർഡ് ലൂയിസ് ബെർണീസ്. ഓക്കെ. അദ്ദേഹമാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ സ്വയം അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെനറൈസ് അല്ലെങ്കിൽ ലൂയിസ് ബെനറൈസ് എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. അത് എഴുതി വെച്ചേക്കട്ടെ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. അതേപോലെ നമ്മുടെ PDF-ൽ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കയ്യിൽ ക്ലിയർ അല്ല. ഞാൻ നോട്ട് എടുത്തതിൽ ക്ലിയർ അല്ല. അപ്പൊ ഇവിടെ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ അവിടെ ഒന്നും കൂടി വീണ്ടും ഒന്ന് കടുപ്പിച്ചോ അല്ലെങ്കിൽ ബോൾഡ് ആക്കിയോ എന്ന് എഴുതിക്കോ. ഹു വാസ് എഡ്വേർഡ് ബെനറൈസ്? 1891 1995 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു എന്താ പറയാ ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ആരായിരുന്നു? ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൺസേൺ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ മെയിൻ ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഏതാണ്? പബ്ലിക് റിലേഷൻ ആണ്. ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ലൂയിസ് ബെനറൈസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ ഹി റോട്ട് ദ ഫസ്റ്റ് PR ബുക്സ്. എനിക്കിത് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും എന്ത് ചെയ്യാം, ഒന്നും കൂടി പെൻസിൽ എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എനിക്കിത് വായിക്കാൻ പറ്റില്ല. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് ആ ബുക്കിന്റെ പേര്. ഓക്കെ. CRY. നോക്കി നിങ്ങള് സ്പെല്ലിംഗ് എനിക്ക് അവിടെ ക്ലിയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. CRY STALLISING. ഓക്കെ. ഒന്ന് എഴുതി വെച്ചത്. CRY STALLISING. പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹത്തിന്റെ ബുക്കാണ്. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നില്ലേ? അത് ഞാൻ വായിച്ചിരിക്കുന്ന സ്പെല്ലിംഗ്
ഓക്കെ, ഒന്ന് വായിച്ച് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ടോമേ. ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അതൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഒരു ഓയും കൂടി വന്നു. കണ്ടു ഓക്കെ കണ്ടു. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. അതവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പ്രിന്റിലും കുറച്ച് ക്ലിയറിന്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് എഴുതി വെക്കാം. Taught the first PR course at ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ആദ്യമായിട്ട് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ചിന്തിച്ച ആളാണ്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയ ആളാണ് അദ്ദേഹം. ആര്? എഡ്വേർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് ആസ് PR പ്രൊഫഷണൽ. അദ്ദേഹം പറഞ്ഞിരുന്ന പേര് ഞാൻ എന്താണ് PR പ്രൊഫഷണൽ ആണ് എന്നാണ്. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുമല്ലോ, നമ്മൾ ഇന്നതാണ് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? ഞാനൊരു PR പ്രൊഫഷണൽ ആണ്, പബ്ലിക് റിലേഷൻ ഓഫീസറാണ്, അങ്ങനെ ഒരു പ്രൊഫഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എഡ്വേർഡിനെ കുറിച്ച് പറയാം. ഹു വാസ് എഡ്വേർഡ് ബെനറൈ? ഞാൻ പറഞ്ഞു, കാലഘട്ടം പറഞ്ഞു 1891 ടു 1995 വരെയും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. 104 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അങ്കിളുടെ പേരാണ് സിഗ്മണ്ട് ഫാരഡൈസ്. അദ്ദേഹത്തിന്റെ മരുമകനാണ് ആര്? സിഗ്മണ്ട് ഫാരഡൈസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരുമകനാണ് ആര്? നമ്മുടെ എഡ്വേർഡ് എന്ന് പറയുന്നത്. നമ്മുടെ സിഗ്മണ്ട് ഫാരഡൈസ് ആരാന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. ഫൗണ്ടർ ഓഫ് psycho analysis, a clinical method for evaluating and treating pathology seen as originating from conflict in psychic. സിമ്പിൾ ആയിട്ട് പറയാം. സിഗ്മണ്ട് ഫാരഡൈസ് എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് പ്രശ്നം എന്ന് കേട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരുമകനാണ് ആര്? എഡ്വേർഡ് ബെനറൈസ് അല്ലെങ്കിൽ എഡ്വേർഡ് ലൂയിസ് ബെനറൈസ്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരാണ് പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നതും എഡ്വേർഡിനെയാണ്. പബ്ലിക് റിലേഷൻ കൗൺസിൽ ആദ്യമായി രൂപീകരിച്ചത് ആരാണ്? എഡ്വേർഡ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. PR എന്ന് പറയുന്ന കോഴ്സ്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന കോഴ്സ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതും ആരാണ്? എഡ്വേർഡ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ PR കോഴ്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അത്രയും ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അത്രയും ഒരു എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു എഡ്വേർഡ്. അദ്ദേഹത്തിന് തന്നെ വിളിച്ചിരുന്നത് PR പ്രൊഫഷണൽ ആണ്, ഞാൻ PR പ്രൊഫഷണൽ ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ എഡ്വേർഡിനെ കുറിച്ച് മനസ്സിലായി. ആരാണ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. നിങ്ങൾക്ക് അറിയാലോ ആരാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? ഓക്കെ, ഇനി ഡെഫിനിഷനിലേക്ക് വരാണെങ്കിൽ പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്പ് ഫോർ and explain how administration satisfy these needs. പബ്ലിക് റിലേഷൻ എന്ന അർത്ഥമാക്കുന്നത് പൊതുജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അറിയുന്നത്, ഭരണകൂടം ഈ ആഗ്രഹങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പബ്ലിക്കിന് അറിയണം. ഇല്ലേ? പബ്ലിക്കിന് അറിഞ്ഞാൽ മാത്രമേ പബ്ലിക്കിന് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പബ്ലിക്കിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് വേണം നമ്മുടെ ഹോസ്പിറ്റൽസ് ഈ പറഞ്ഞിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ. സോ പബ്ലിക്കിന് നമ്മളിവിടെ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആർക്കറിയണം? നമ്മുടെ പബ്ലിക്കിന് അറിയണം. മോനെ ടോമെ ഇയർ മുകളിലത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെ ബോക്സിലുണ്ട്. അപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സർവീസിനെ കുറിച്ച് വ്യക്തമായ നോളജ് ഹോസ്പിറ്റൽ ആർക്ക് കൊടുക്കണം? നമ്മളുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ പുറത്തുള്ള പബ്ലിക്കിന് കൊടുക്കണം. അതെങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും? ഞാനിപ്പോ ഒരു ഐ സ്പെഷ്യാലിറ്റി ആണ്, നേരത്തെ രോഗ വിഭാഗമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നേത്രരോഗ വിഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കും? ഐ ക്ലിനിക്കൽ ചെക്കപ്പ് അങ്ങനെ ഓഫറുകൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മളൊരു
ഒരു കാര്യം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും പബ്ലിക് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. ആ പ്രോഗ്രാമിലൂടെ നമ്മൾ കുറച്ച് പേഷ്യൻസിന് ഫ്രീ ആയിട്ട് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മളൊരു ഇമേജ് അങ്ങോട്ട് ഇംപ്രൂവ് ചെയ്യാണ്, നമുക്കൊരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. നല്ല ഹോസ്പിറ്റലാണ്, അവിടെയാണ് ഞങ്ങള് ചെക്കപ്പുകൾ, ഫ്രീ ചെക്കപ്പ്, അതേപോലെ ഫ്രീ ഓപ്പറേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. അതിന്റെ ഞാൻ പറയണതൊക്കെ റിലേറ്റഡ് ഐ ആയിട്ട് റിലേറ്റഡ്. അപ്പൊ ഫ്രീ ചെക്കപ്പ് ഒക്കെ കൊടുത്ത് അത് ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബെറ്റർ ഇമേജ് ആണ് നമുക്ക് പബ്ലിക്കിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ജോൺ മിലൈ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. ഇനി പബ്ലിക് റിലേഷൻ ഈസ് എൻ ഓർഗനൈസ്ഡ് പ്രോസസ്. പബ്ലിക് റിലേഷൻ എന്ന് അർത്ഥമാക്കുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പ്ലാന്റ് വണ്ണല്ലേ ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പ്ലാൻഡ് അല്ലേ, ചെക്കപ്പും ഫ്രീ ചെക്കപ്പും അതേപോലെ ഫ്രീ ഓപ്പറേഷൻ ഒക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ, എന്തിനു വേണ്ടിയിട്ടാണ്, പബ്ലിക് ഒപ്പീനിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇങ്ങനെ ഒരു സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്ന് സർവീസ് എടുക്കാം എന്ന് പബ്ലിക്കിന് ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ത്രൂ ഇറ്റ് സൗണ്ട് ക്യാരക്ടർ, ഒരു നല്ല പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവത്തിലൂടെ, ജെന്യുവിൻ പെർഫോമൻസ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് പ്രകടനത്തിലൂടെ, ഓൺ ദ ബേസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു വേ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ രണ്ടു പേരും തമ്മിലുള്ള പരസ്പരം തൃപ്തികരമായ ടു വേ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നല്ല സ്വഭാവവും നല്ല യഥാർത്ഥമായുള്ള ജെന്യുവിൻ വിശ്വസിക്കാൻ പറ്റുന്ന പ്രകടനത്തിലൂടെ പൊതുജനങ്ങളുടെ ഇടയിൽ എന്താണ്, പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിത ഓർഗനൈസ്ഡ്, നമ്മൾ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത ഒരു പ്രോസസ് ആണ് എന്ത്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി പറയാം, നമ്മളൊരു എന്താ പറയുന്നത്, പരസ്പരം തൃപ്തികരമായ രീതിയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, നല്ലൊരു സ്വഭാവത്തിന്റെയും യഥാർത്ഥ പെർഫോമൻസ് എന്ന് വെച്ചാൽ പ്രകടനത്തിന്റെയും യാഥാർത്ഥ്യമായിട്ടുള്ള പ്രകടനമായിരിക്കണം. അല്ലാതെ ഫ്രോഡൊന്നും കാണിക്കാൻ പാടില്ല. ചെക്കപ്പാണ്, ചെക്ക് ചെയ്തു പൊക്കോ അങ്ങനെയൊന്നും പറയരുത്. കറക്റ്റ് ആയിട്ട് അവരെ ചെക്കപ്പ് ചെയ്യണം, അവർക്ക് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കണം, എന്നാ അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ റിലേഷന് പരസ്പര ധാരണയോട് കൂടി പബ്ലിക്കിന്റെ ഇടയിലുള്ള നമ്മുടെ ഇമേജിന്റെയും ഇംപ്രൂവ് ചെയ്യും. കുറച്ചും കൂടി നല്ലൊരു ഇമേജ് ആയിരിക്കും പബ്ലിക്കിന്റെ ഇടയിൽ ഇന്ന ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്നത്. ഇതാണ് പബ്ലിക് റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പബ്ലിക് റിലേഷൻ എന്താന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ പബ്ലിക്കിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും, നല്ല രീതിയിൽ നമ്മളുടെ കൂടെ ഏതൊരു സാഹചര്യത്തിലും നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കായിരിക്കും നമ്മളെ വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം നമ്മുടെ മണ്ഡലത്തിലേക്ക് വരുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് ചെയ്യണത്. നിങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. കമ്മ്യൂണിക്കേഷനോ ഞാൻ ഉദ്ദേശിച്ചത്, രണ്ട് സ്ഥാനാർത്ഥികൾ ഇലക്ഷന് നിൽക്കുകയാണ്. പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ആണല്ലോ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വോട്ട് ചെയ്താണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോ ഒരു സ്ഥാനാർത്ഥി എന്താണ്, നല്ല രീതിയിൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലപോലെ സംസാരിക്കാനായിട്ട് പറ്റും, നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന് നമുക്ക് ഭയങ്കര ഒരു ഇമേജ് ആണ്. എന്നാൽ ഈ പ്രാവശ്യം നമ്മളിവിടെ മത്സരിക്കുന്നത് ഇവിടത്തെ തന്നെ MLA ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് വന്നിട്ട് രണ്ടാമത് വരുന്നത് 5 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ആർക്ക് വോട്ട് ചെയ്യും? നല്ലപോലെ പെരുമാറുന്ന, നല്ല ക്യാരക്ടർ ഉള്ള, നല്ല ജെന്യുവിൻ പെർഫോമൻസ് ആയിട്ട് ഉള്ള വ്യക്തിക്കായിരിക്കും നമ്മൾ വോട്ട് ചെയ്യണത്. ബാക്കി ആരും എന്താണെന്നും മിണ്ടാത്തെ?
ഓക്കെ, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നല്ലൊരു നല്ല ഒരു പേഴ്സൺ, നല്ല നല്ല ക്യാരക്ടറുള്ള, നല്ല പ്രകടനമുള്ള ഒരു വ്യക്തിനോട് നമുക്ക് കൂടുതൽ എന്തായിരിക്കും, നമ്മൾ പെട്ടെന്ന് സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റും. അപ്പൊ എന്താണ്, നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ക്യാരക്ടർ ഉള്ള വ്യക്തികൾക്കായിരിക്കും നമുക്ക് കുറച്ചും കൂടി എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ കാര്യങ്ങൾക്ക് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും പബ്ലിക്കിന്റെ ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതുപോലത്തെ നല്ല ബെറ്റർ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സിന് പറ്റും. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറയാമോ? എന്താണ് പേജ് നമ്പർ? പേജ് നമ്പർ ഇത് എന്റെ കയ്യിലിരിക്കുന്ന ബുക്കില് ചാപ്റ്റർ 4 പബ്ലിക് റിലേഷൻ ആണ്, 21 എന്നാണ് ടോം അയച്ചിരിക്കുന്നത്. ടോമിന്റെ ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. ഇനി നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. എന്തിനാ പബ്ലിക് റിലേഷൻ വേണ്ടത്? നമ്മളിവിടെ എന്താണ് സർവീസ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് എന്നത് മറ്റുള്ളവരുമായിട്ട്, നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ പുറത്തുള്ള പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കാണിച്ചു കൊടുക്കണം. എല്ലാവരുടെ വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയി പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. പബ്ലിക്കിന് അതെന്ത് ചെയ്യണം, ദൃശ്യപരമായി വിസിബിൾ ആക്കി കൊടുക്കണം. കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, എന്തെല്ലാം ഓപ്പറേഷൻസ് കൊടുക്കുന്നുണ്ട്, ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സർജറി ചെയ്യുന്നുണ്ട്, എന്തെല്ലാം സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹോസ്പിറ്റൽ എന്തൊക്കെ കൊടുക്കുന്നു, അവിടുത്തെ എംപ്ലോയീസിന്റെ അതേപോലെ തന്നെ പ്രോഗ്രാംസ്, അതേപോലെ സർവീസുകൾ, സേവനങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക്കിന് അറിവ് കൊടുക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആംബുലൻസ് സർവീസ്, ഇഷ്ടംപോലെ സർവീസുകളില്ലേ, അതെല്ലാം നമ്മൾ മോർച്ചറി ആവട്ടെ, മോർച്ചറി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക്കിന് എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ പറ്റും. Position the hospital as a healthcare leader and authority within the community or region. നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിന്റെ ലീഡർ എന്നുള്ള ഒരു പൊസിഷനാണ്, ഒരു സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ, നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയാ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് കൊടുക്കാൻ. Increase the awareness of the hospital total ranges of programs and service. നമ്മളുടെ ഹോസ്പിറ്റൽസില്, ആശുപത്രികളില് എന്താണ് സ്ഥാപിച്ചിട്ടുള്ള ഒരു നല്ല പബ്ലിക് റിലേഷൻഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാംസുകൾ, സർവീസുകളെ കുറിച്ചിട്ടുള്ള അവയർനെസ്, അറിവ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. പബ്ലിക്കിന് അറിഞ്ഞിരിക്കണം നമ്മൾ ഇന്ന സർവീസുകൾ കൊടുക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. എൻഹാൻസ് ഹോസ്പിറ്റൽ ഇമേജ്. ഇതുവഴി നമ്മുടെ ഗുഡ് വില്ല്, ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രതിച്ഛായ, ഗുഡ് വില്ല് കൂട്ടണം. ഹോസ്പിറ്റലിന്റെ സൽപ്പേര് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റിറ്റൻഷൻ ഓഫ് ദ എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ, റിക്രൂട്ട് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനും അവരെ നിലനിർത്താൻ, റിറ്റൻഷൻ ഓഫ് എംപ്ലോയി, നമ്മുടെ എംപ്ലോയിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പിടിച്ചു നിർത്താൻ, നിലനിർത്താനും എന്ത് ചെയ്യണം, ഇവരെ അസിസ്റ്റ് ചെയ്യണം. Act as a foundation when unreal news about hospital happens. നമ്മൾക്ക് ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും ന്യൂസ് സംഭവിച്ചോ, അൺറിയൽ ആയിട്ടുള്ള ന്യൂസ്, ഫേക്ക് ന്യൂസ് വരാണെങ്കിൽ അതിനെതിരെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് ആരാണ്, പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ഇംപ്രൂവ് ദ എംപ്ലോയീസ് മോറൽ. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കോൺഫിഡൻസ്. മോറൽ മീൻസ് മനോവീര്യം കൂട്ടേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കി. ആരാണ് എഡ്വേർഡ്, അദ്ദേഹത്തിന് നമ്മൾ എന്ത് പറഞ്ഞാണ് നോൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ മോറൽ മീൻസ് മനോവീര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് വെച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കി, ഡെഫിനേഷനും നീഡ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി.
വായിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. വായിച്ചോ? ബാക്കി എല്ലാവരും വായിച്ചു വിചാരിക്കണം. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തില് ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്? there are mainly two types, രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഓപ്പറേറ്റീവ് മെത്തേഡ്, നമ്മുടെ പ്രവർത്തന രീതികളിലൂടെ. രണ്ടാമത്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, നമ്മൾ ആശയവിനിമയത്തിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ്. These methods are basically related with every aspect of hospital operations. നമ്മുടെ ഹോസ്പിറ്റൽസിലെ നല്ല പ്രവർത്തനങ്ങളിലൂടെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ബെറ്റർ ഇമേജ്, നല്ല ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രയത്നിക്കും. This method basically related with every aspect of organization, including those that are performed by workmen such as, ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ടെലിഫോൺ ഓഫീസിൽ മുതൽ ആരൊക്കെയാണ്? ടെലിഫോൺ ഓപ്പറേറ്റർ, ഇൻക്വയറി ഓഫീസ് പേഴ്സണൽസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ക്ലർക്ക്. ഇവരിൽ നിന്ന് നല്ല രീതിയിലുള്ള പെരുമാറ്റത്തിലൂടെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആദ്യത്തെ ഇതെടുത്തത്, സ്റ്റോൺ അല്ലെങ്കിൽ കണക്കല്ലിടുന്നത്. എങ്ങനെയാണ്? ടെലിഫോൺ ഓപ്പറേറ്റർ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഹലോ സാർ, ഗുഡ് മോർണിംഗ്, ഞാൻ എന്ത് സഹായമാണ് സാറിന് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോ നമുക്കൊരു ബെറ്റർ ഇമേജ് ആണ്, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യാണ് എന്ന് നമുക്ക് തോന്നും. അല്ലാതെ ഫോൺ എടുക്കുമ്പോ തന്നെ പറ എന്താ വേണ്ടേ, അപ്പോയിന്റ്മെന്റ് ആണോ, ശരി വെച്ചോ, അത്രയാണെങ്കിലോ നമുക്കൊരു ഇമേജ് തോന്നില്ല. പിന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യില്ല, ടെലിഫോൺ വിളിക്കാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെയാണ്, നല്ല രീതിയിലാണ് അവർ സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, വീണ്ടും അവരെ കോൾ ചെയ്യാനായിട്ട് തോന്നും. എൻക്വയറി ഓഫീസ് പേഴ്സണൽസ്, നമുക്ക് എന്താണ് എൻക്വയറി എന്ന് പറഞ്ഞൊരു ബോർഡ് കൊടുത്തിട്ട് എൻക്വയറി ഓഫീസ് പേഴ്സണൽ ആയിരിക്കും അദ്ദേഹം ക്യാബിന്റെ അകത്തുണ്ടാവുന്നത്. അപ്പൊ അവർ എന്ത് കാര്യങ്ങൾ വന്ന് ചോദിച്ചാലും നമ്മൾ നല്ല ക്ഷമയോട് കൂടി, നല്ലൊരു സ്മൈലോട് കൂടിയാണ് അവരോട് സംസാരിക്കണമെങ്കിൽ അവർക്ക് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനും നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഇമേജ് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്, നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ സമയത്ത് ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അവരോട് നിർബന്ധിക്കാനൊന്നും പാടില്ല, നിങ്ങൾ തന്നെ ഫോം ഫില്ല് ചെയ്യണം. ഇനി അവർക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും. നമ്മൾ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യണം. ആ ഫോം ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ഇതേപോലത്തെ നല്ല പ്രവർത്തികളിലൂടെയാണ്, നമ്മുടെ ഓപ്പറേഷനുകളോട് കൂടിയാണ്, രീതികളിലൂടെയാണ് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു നല്ല ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓൾ ദോസ് മെയിൻറ്റെയിൻ കോണ്ടാക്ട് വിത്ത് പീപ്പിൾ, ഈ പറഞ്ഞ എല്ലാവരും നേരിട്ട് കോണ്ടാക്ട്, ഇപ്പൊ ഡോക്ടർ നേഴ്സോ ഒഴികെ നേരിട്ട് കോണ്ടാക്ട് വരുന്നത് ഈ പറഞ്ഞ ആൾക്കാരാണ്. ആസ് വെൽ ആസ് ദോസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഷെയർ ദ സെയിം ബർഡൻ. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ കർട്ടന്റെ ബാക്കിലാണ്, സ്ക്രീനിന്റെ ബാക്കിലാണ് പ്രവർത്തിക്കുന്നത്. രോഗികളുമായി സമ്പർക്കം ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ സ്റ്റാഫുകളും സ്ക്രീനിന്റെ പുറകിലാണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമുക്ക് ആദ്യത്തെ ഇംപ്രഷൻ
പിന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ ആദ്യം തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, ആ ഇംപ്രഷൻ ആയിട്ട് നമുക്ക് ഫുൾ ടൈം നമുക്ക് പിന്നെ നമ്മുടെ ഫുൾ എന്താ പറയാ ലൈഫിൽ ഓർമ്മ വരുന്നത്. നമ്മൾ പറയുന്നത് എന്താണ് ഡയലോഗ്? ബെസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ഉണ്ട് എന്തില്? കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ്. 1 മിനിറ്റ് കേട്ടോ. ഇനി പറയുന്നത് നോക്കാട്ടോ, എന്താണ്? 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിന്. നമ്മളിപ്പോ പറയുന്ന കമ്മ്യൂണിറ്റി ഓപ്പറേഷന് 3 കമ്പോണൻസ് ഉണ്ട്. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, നല്ല സന്തോഷവും മാന്യവുമായ പെരുമാറ്റം. പൊളൈറ്റ് എന്ന് പറയുമ്പോൾ മാന്യമായിട്ട്, നമ്മൾ എന്തോരം ഷൗട്ട് ചെയ്താലും നമ്മൾ ചില സ്റ്റാഫുകൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സോറി സാർ എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണ് സാർ. ചിലപ്പോ ബൈ ചാൻസ് അവരുടെ ഭാഗത്തുനിന്ന് പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്കെങ്കിലും പോലും നമ്മൾ എന്ത് പറയും, നമ്മളുടെ ജോബ് പൊസിഷൻ വെച്ച് നമ്മൾ എന്ത് പറയും, അവരോട് ക്ഷമ ചോദിക്കാറുണ്ട്. ദാറ്റ്സ് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. സന്തോഷകരവും മാന്യവുമായ പെരുമാറ്റം. നമ്മൾ ഒരാളെ സ്വീകരിക്കും, നമ്മൾ ചിരിച്ചുകൊണ്ട് നല്ല സ്മൈലോടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നതെങ്കിൽ അത് എന്താ പറയാ ഒരു നല്ലൊരു ക്യാരക്ടർ ആണ്. ഇനി ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, നല്ല ക്വിക്ക് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വേഗമേറിയതും കാര്യക്ഷമതുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അവർക്കൊരു ഇമേജ് കൊടുക്കും. കാരണം അത്ര എമർജൻസി ആയിട്ട് വന്നൊരു പേഷ്യന്റിനെ വേഗം ഡോക്ടറെ വിളിച്ചിട്ട് വേഗം എമർജൻസി കേസ് വന്നിട്ടുണ്ട് സാർ എന്തായാലും ക്യാഷ്വാലിറ്റിയിലേക്ക് വരണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം അത് പരിശോധിച്ചു. ആ ഒരു സമയത്ത് ആ പേഷ്യന്റിന്റെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റി, സേവ് ചെയ്യാൻ പറ്റി. അത്ര എഫിഷ്യന്റ് ആയിട്ടും ക്വിക്ക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, വേഗമേറിയതും കാര്യക്ഷമതമായിട്ടുള്ള ചികിത്സയാണെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ എന്താണ് ഇമേജ് നല്ലതായിരിക്കും. ക്ലിയർ എൻവയോൺമെന്റ്, നമ്മൾ എന്താണ് രണ്ടാമത്തെ ആണോ? ഓക്കെ. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, കറക്റ്റ് സമയത്തല്ലേ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ആ കറക്റ്റ് സമയത്ത് വേണം കറക്റ്റ് എത്ര സ്പീഡിൽ അർജന്റായിട്ട് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രയോ സ്പീഡിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്രയും സ്പീഡിൽ നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ക്വിക്ക് ആയിരിക്കണം, എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കണം. കാര്യക്ഷമതമായിട്ടുള്ള അവർക്ക് എന്താണോ അസുഖം ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അല്ലാതെ എന്താ നിങ്ങൾ പോയി അഡ്മിഷൻ ഇപ്പൊ എമർജൻസി അത്ര എമർജൻസി ആയിട്ട് എന്ത് വന്നിരിക്കുകയാണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പേഷ്യന്റ്, നെഞ്ചുവേദന ആയിട്ട് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാം നിങ്ങൾ ഫോം ഫിൽ ചെയ്തിട്ട് ജസ്റ്റ് കാർഡിയാക് കോപ്പി ഉണ്ട് അവിടെ പോയി കാണാൻ പറയുന്നതാണോ? ഓക്കെ, ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ, ഓക്കെ നിങ്ങൾ വേഗം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ കാർഡിയാക്കിന്റെ സ്പെഷ്യലിസ്റ്റ് അങ്ങോട്ട് വന്നോളും. അവിടെ കാഷ്വാലിറ്റി ആരുണ്ട്, ഫിസിഷ്യൻ ഉണ്ട്, അദ്ദേഹം ട്രീറ്റ് ചെയ്തോളൂ. അപ്പൊ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഫിസിഷ്യൻ CPR കൊടുത്തു, ആ പേഷ്യന്റ് ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഏതാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്? ഞാൻ പറഞ്ഞതാണ്, അത്ര വേഗമേറിയതും കാര്യക്ഷമതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ അവര് പേഷ്യൻസിനെ ഇട്ട് ലാൻഡ് ചെയ്ത് കുറെ നേരം ടൈമൊക്കെ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും പേഷ്യന്റിന്റെ അവസ്ഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അങ്ങനത്തെ ട്രീറ്റ്മെന്റ് അങ്ങനത്തെല്ല കൊടുക്കേണ്ടത്. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ എൻവയോൺമെന്റ്, ഇനി പറയുന്നത് എന്താണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ഹോസ്പിറ്റൽസിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയത്, മോൾക്ക് ഇയർ ഇൻഫെക്ഷൻ വന്നു. അവിടെ ചെന്നപ്പോ എനിക്ക് തോന്നിയത്, കുട്ടികളുടെ ഒരു സെഷനിലേക്ക് വന്നപ്പോ എനിക്ക് തോന്നിയത് ജസ്റ്റ് നമ്മളൊരു പാർക്കിലേക്ക് വന്നൊരു ഫീലാണ് തോന്നിയത്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ റൈഡുകള് അല്ലെങ്കിൽ സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു ഗാർഡൻ ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ കുറെ ബേർഡ്സ് ഉണ്ട്, കുറെ ഫിഷ് ഉണ്ട്, ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, നല്ല രീതിയിൽ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി നിരത്തി നല്ലൊരു പുൽമേട് ഉണ്ട്. നല്ലൊരു എൻവയോൺമെന്റ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് നോട്ട് എ ഹോസ്പിറ്റൽ, ജസ്റ്റ് ഹോം ലൈക്ക് എൻവയോൺമെന്റ്. നമ്മൾ കുട്ടീനെയും കൊണ്ട് ഒരു പാർക്കിലേക്ക് വന്നൊരു ഫീലാണ് എനിക്ക് സമയത്ത് തോന്നിയത്. ഇതെല്ലാം നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഓപ്പറേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു
മാഡമോ അവർ കൊണ്ടുവന്നത്. ഞാൻ അപ്പൊ ആലോചിച്ചു, ഇത് പബ്ലിക് റിലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പെരുമാറ്റം നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മളോട് ഒരാൾ ഹാർഷായിട്ട് നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്നിട്ട് നമ്മളോട് ഭയങ്കര ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്, പിന്നെ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ പോവുക, ഹോസ്പിറ്റലാവട്ടെ ഏതൊരു സ്ഥാപനത്തിലാവട്ടെ, നമ്മളോട് ഒരാൾ ഹാർഷായിട്ട് സംസാരിക്കാൻ നമ്മൾ പിന്നെ അവിടെ പോകും, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അവിടെ പോകാൻ? ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ അപ്പിയറൻസ്, നല്ല പെരുമാറ്റമുള്ള ഒരു സ്റ്റാഫുകളാണെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ തന്നെ പോകാനായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ വേണം അവിടുത്തെ വർക്കേഴ്സ്, നമ്മുടെ ഹോസ്പിറ്റലിലെ തൊഴിലാളികൾ വർക്ക് ചെയ്യാനായിട്ട്. ഇനി പറയുന്നത് some operations of improving operations of the hospital in community levels are. നമ്മുടെ ഹോസ്പിറ്റൽസിൽ കമ്മ്യൂണിറ്റി ലെവലിൽ എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഹോസ്പിറ്റൽസിന്റെ ഓപ്പറേഷൻ ഫീൽഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇനി ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നത്. A high quality patient care is the basic of public relation. എന്ത് പബ്ലിക് റിലേഷന്റെ ആണെങ്കിലും പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. നല്ല ബെറ്റർ ക്വാളിറ്റി ആയിരിക്കണം പേഷ്യന്റ് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ പബ്ലിക്കിന്റെ ഇമേജ് എന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഫീൽ ആയിരിക്കും നമ്മുടെ ഹോസ്പിറ്റലിനോട്, നല്ലൊരു ഗുഡ് വിൽ ആയിരിക്കും, നല്ലൊരു പേരുണ്ടാവും ഹോസ്പിറ്റൽസിന് പബ്ലിക്കിന്റെ ഇടയിൽ. സഫിഷ്യന്റ് പേഴ്സൺ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്, നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കണം. എന്താണ് സഫിഷ്യന്റ് ആയിട്ടുള്ള? മതിയായ ഫിസിക്കൽ ഫെസിലിറ്റീസ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള എക്യുപ്മെന്റ്സും അതേപോലെ തന്നെ ഫെസിലിറ്റീസും നമ്മുടെ ഹോസ്പിറ്റലിൽ വേണം. വെയിറ്റിംഗ് റൂംസ് വിത്ത് ബെഞ്ചസ് ഓർ ചെയർ, ഇനി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുക, ട്രീറ്റ്മെന്റ് വേണ്ടി പോയിരിക്കുക, ഒരു ക്യൂ ആണ്, വലിയൊരു ക്യൂ ആണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോലെ വലിയൊരു ക്യൂ ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ പോകാൻ തോന്നുന്നു, താല്പര്യം ഉണ്ടാവും. അതല്ല, അവിടെ പേഷ്യൻസിന്റെ വേണ്ടി ഇരിക്കാനായിട്ട് ബെഞ്ചും ചെയറൊക്കെ പ്രൊവൈഡ് ചെയ്യാണ്. തൊട്ടടുത്ത് തന്നെ വാട്ടർ കൊടുത്തിട്ടുണ്ട്. റീഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു പാർക്കൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന പാരന്റ്സിന് അറിയാം, കുട്ടികൾ അധികം നേരം ഹോസ്പിറ്റലിൽ നിൽക്കില്ല, അവർക്ക് അവരുടെ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് അഡ്ജസ്റ്റ് ആവില്ല. അപ്പൊ അവർക്ക് പാർക്കിലൊക്കെ ചെല്ലുകയാണെങ്കിൽ, ഇപ്പൊ ഹസ്ബൻഡും വൈഫും കൂടി പോവാണെങ്കിൽ വൈഫ് നമ്മളെ ബെഞ്ചിൽ വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ടോക്കൺ അനുസരിച്ച് വിളിക്കുന്നത് എപ്പോഴാന്ന് നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡിന് വേണമെങ്കിൽ പാർക്കിലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ കുറച്ചു നേരം ആ ടൈം സ്പെൻഡ് ചെയ്ത്, ആ ടൈം ആവുമ്പോൾ അപ്പോയിന്റ്മെന്റ് സമയമാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പൊ അത് കുറച്ചും കൂടി പബ്ലിക്കിനിടയിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റീസ് വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്, നല്ല ഒരു ഫങ്ഷണൽ ലേഔട്ട് തരുന്ന രീതിയിലുള്ള ഒരു എന്താണ് ഒരു നല്ല സഫിഷ്യന്റ് ആയിട്ടുള്ള മതിയായ ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. എക്സാമ്പിൾസ് ആണ് വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയർ, ബെഞ്ചും ചെയറും ഉള്ള ഒരു വെയിറ്റിംഗ് റൂം. വാട്ടർ, പേഷ്യൻസിന് പെട്ടെന്ന് എൻവയോൺമെന്റ്, ഓക്കെ, പേഷ്യൻസിന് ആവശ്യമുള്ള വാട്ടർ. റീഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസിനാണ് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ റീഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ്, വാട്ടർ, ചെയർ കൊടുക്കേണ്ടത്. Make others happy. One must be happy himself. നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്നുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് നല്ല കാര്യം ചെയ്താലും നമുക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് എന്താവണം? ഒരാളെ സന്തോഷിപ്പിക്കാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്ന് ചിരിപ്പിക്കാന്ന് പറയുന്നത് ഒരു കഴിവാണ് അതൊക്കെ. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യണം. ഗുഡ് നോ ബട്ട് യു ഷുഡ് ഡു. ഓക്കെ, മേക്ക് അതേഴ്സ് ഹാപ്പി, മറ്റുള്ളവരെ എന്ത് ചെയ്യുക? സന്തോഷിപ്പിക്കാം. വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻകറേജ് ചെയ്യാനും ഹാപ്പി ആക്കി ഇരിക്കാനും പാടുള്ളൂ. Good moral of the workers not only improve the efficiency, but workers will high moral work in a positive manner with one another and also with the patient in the community. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ നമ്മുടെ ഹെഡ് ചീത്ത പറഞ്ഞു വിചാരിക്കുക, കുറച്ച് വിഷമിപ്പിച്ചു എന്ന് വിചാരിക്കുക.
നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദേഷ്യം നമ്മൾ അവിടെ ആരോടാ പ്രകടിപ്പിക്കുക, അവിടെ വരുന്ന പേഷ്യൻസിനോടായിരിക്കും. അല്ല, നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു, ജസ്റ്റ് ഒരു സ്മൈലോട് കൂടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്മൈലോട് കൂടി ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് ചിരിച്ച് അത് ആ രീതിയിൽ എടുത്തു. അതൊരു കാര്യമാണ്. ഡോക്ടർ നമ്മളോട് നല്ല രീതിയിലാണ് ബാക്കി എല്ലാ കാര്യത്തിലും പെരുമാറുന്നത്. എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്, കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം അങ്ങനെയാണ്, ഒരു ദിവസം അങ്ങനെ വന്നത് നമുക്ക് പ്രശ്നമില്ലല്ലോ. ഞാനായിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അവിടെ വരുന്ന പേഷ്യൻസിനോ പേഷ്യന്റ് കൂടെ ഉള്ളവരോടോ ഞാൻ എന്റെ ദേഷ്യം, എന്റെ ഫ്രസ്ട്രേഷൻ ഒന്നും കാണിക്കരുത്. ജസ്റ്റ് ഒരു സ്മൈലോട് കൂടി വേണം അവരെന്ത് ചെയ്യാനായിട്ട്, ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്കും ഹാപ്പി ആയിരിക്കും. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് effective coordination among all clinical department and other supportive service arise from good administration, organizational structure, policies, procedures, authority and responsibility should be clearly understood by each staff. നമ്മുടെ ഹോസ്പിറ്റൽസിൽ നല്ല ഓപ്പറേഷണൽ എഫിഷ്യൻസി വേണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഫിഷ്യൻസി വേണം, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം. എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗുഡ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് സർവീസുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കൊരു ബെറ്റർ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് ഒരു വ്യക്തമായ ഒരു ധാരണ പ്രൊവൈഡ് ചെയ്യണം. എന്താണ് തൊഴിലാളികൾക്ക് ടീച്ചർ പോയാ? ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നുണ്ട്. ക്യാമറയും സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒന്ന് നോക്കാണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ നമ്മൾ എന്താ പറയുക, ലാസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്, ഓപ്പറേഷണൽ എഫിഷ്യൻസിയും അതേപോലെ എഫക്റ്റീവ് കോർഡിനേഷനും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ സപ്പോർട്ടീവ് സർവീസുകളും തമ്മിലുണ്ടെങ്കിൽ മാത്രമേ, അതേപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽസിലെ പോളിസീസ്, അതേപോലെ പ്രൊസീജിയേഴ്സ്, നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമങ്ങള്, അതേപോലെ തന്നെ എന്താണ്, എങ്ങനെയാണ് നല്ലൊരു ഗുഡ് അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ആരും കൂടി അറിഞ്ഞിരിക്കണം, നമ്മുടെ സ്റ്റാഫുകളെ കൊണ്ടും കൂടി മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ സ്റ്റാഫുകൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്റ്റാഫ് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ സ്ഥിരമായിട്ട് പോകുമ്പോൾ സെക്യൂരിറ്റി ചേട്ടനാവട്ടെ, സിമ്പിൾ ആണ്. അവിടെ നമ്മളെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് സെക്യൂരിറ്റി ചേട്ടനാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം നമ്മളോട് വന്നോട് സംസാരിക്കും. ഒരു നല്ല ഇമേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കാണാണ്. അപ്പൊ നല്ലൊരു ഇമേജ് നമുക്ക് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല പൊളൈറ്റ് ആണ്, നമ്മളോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഓക്കെ, നമുക്കൊരു ഇതുണ്ടാവില്ല. അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു സ്ഥാപനത്തിലേക്ക് പോകാനായിട്ട്, അവിടുത്തെ വർക്കേഴ്സ് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറും, നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. നല്ല പൊളൈറ്റ് ആയിട്ടൊക്കെ സംസാരിച്ച് നല്ല ജോയ്ഫുൾ ആയിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് പോകാൻ കുറച്ചുകൂടി സന്തോഷമായിരിക്കും തോന്നാം. ഇനി
കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആണ് പറയുന്നത്. നമ്മൾ 2 മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് ഓപ്പറേഷണൽ മെത്തേഡ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലേക്ക് വരാം. ടു മേക്ക് അവൈലബിൾ suitable information to patient and their relatives and visitors. നമ്മളുടെ പേഷ്യൻസ് ഉണ്ടല്ലോ ഹോസ്പിറ്റൽസിൽ വരുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസ്, അതേപോലെ അവരുടെ റിലേറ്റീവ്സ്, അവരുടെ വിസിറ്റേഴ്സിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അവർക്ക് ആ സമയത്ത് എന്ത് ഇൻഫർമേഷൻ ആണ് അവൈലബിൾ ആവശ്യം, അത് മനസ്സിലാക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അവര് കുറെ നേരമായിട്ട് അവിടെ ടൈമായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും റിസൾട്ട് എങ്ങാനും വായിക്കാൻ. കുറച്ച് സ്റ്റാഫ് ചെന്നിട്ട് പറയാണ് ഈ റീക്രിയേഷന് വേണ്ടിയിട്ട് അവിടെ വെള്ളം ഉണ്ട്, ഫ്രീ വെള്ളം, കുറച്ച് വെള്ളം കുടിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഇമേജ് ആണ് തോന്നുന്നത്. ആ പേഷ്യന്റ്, ആ ഒരു സ്റ്റാഫ് നമ്മളുടെ കാര്യത്തിൽ അത്രയും എന്താണ് കോൺഷ്യസ് ആണ്, എന്നോട് പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്ന്. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ ഭയങ്കരമായിട്ട് കരച്ചിലാണ്, ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം, കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര കരച്ചിലാണെങ്കിൽ മോളെ ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കുറച്ചു നേരം കുട്ടീനെ നിർത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കുട്ടികൾക്ക് എന്താ നമുക്ക് എന്താ തോന്നുന്നത്, ആ ഒരു സ്റ്റാഫ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് കരച്ചിലൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലാണ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അതേപോലെ ലാബ് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാണ്, ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം ചെല്ലാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോ അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കാന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും കൊടുക്കാം. ഇതൊരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. നമ്മുടെ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു നല്ല കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. നമ്മുടെ ഇമേജ് കൂടും. ഓക്കെ. A provision to listen to oral complaint instead of compelling them on written one. നമുക്ക് പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, മാം എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട്, അവിടെ വെച്ച് ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യമാണ്, അവിടെ വെച്ചിരിക്കുന്ന വാട്ടർ ടാപ്പ് കുറച്ച് ഓപ്പൺ ആണ്, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കി, ബട്ട് എന്താണ് അത് ശരിയാവുന്നില്ല, നിങ്ങളൊന്ന് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്, ഞാനൊരു കംപ്ലൈന്റ് ആണ്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് പറയാൻ വേണ്ടി ചെന്നപ്പോ അവിടെ പറയണം റിട്ടേൺ എഴുതിട്ടാ അത് ഞാൻ കംപ്ലൈന്റ് പരിഹരിക്കാന്ന് പറയുന്നതാണ്. അങ്ങനെ പറയുന്നതാണോ? അല്ല, ഓക്കെ മാം, ഞാൻ അത് പരിഹരിക്കാം, ഞാൻ ഇവിടുത്തെ റിപ്പയർസിനോട് പറയാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം, താങ്ക് യു എന്ന് പറയുന്നതാണോ നല്ലൊരു ഇമേജ്? രണ്ടാമത് പറഞ്ഞതാണ് അല്ലെ. പബ്ലിക് എന്ത് കംപ്ലൈന്റ്സ് വന്നാലും അത് നമുക്ക് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യണം, എഴുതി വാങ്ങിക്കണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല. ഓറൽ കംപ്ലൈന്റ്സ് ആണെങ്കിൽ, ഓറൽ എന്ന് പറഞ്ഞാൽ വാമൊഴിയാണ്, നമ്മൾ വാമൊഴിയായിട്ട് ഞാൻ ഇങ്ങനെ നേരിട്ട് പറയുന്ന കംപ്ലൈന്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ അത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യണം, സ്റ്റെപ്സ് എടുക്കണം. റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം, കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കണം. ഓക്കെ. പ്രൊവിഷൻസ് ഓഫ് ദ സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. നമുക്ക് ഇനി സജഷൻസ് വല്ലതും കൊടുക്കാനുണ്ട്. നമുക്ക് നമ്മളുടെ ഏതെങ്കിലും സ്റ്റാഫിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങള് കുറച്ചും കൂടി നല്ലതായിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ, ഇവരുടെ പെർഫോമൻസ് കുറച്ചും കൂടി നല്ലതായിരുന്നെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സജഷൻ ബോക്സുകൾ ഉണ്ടാവും. അല്ല, സജഷൻ ബോക്സുകൾ ഹോസ്പിറ്റൽസിൽ ഒരു ബോക്സ് പോലെ ഉണ്ടാവും, ലെറ്റർ ഹെഡിനോ സജഷൻ ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലായിരിക്കും. ആ സജഷൻ ബോക്സിലേക്ക് നമ്മുടെ സജഷൻ എന്താണോ അതൊരു ഷീറ്റിൽ എഴുതി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സജഷൻ നോക്കിയിട്ട് നെക്സ്റ്റ് ടൈം അവർ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കും. ദെൻ പറയുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോ, എക്സിബിഷൻ, ഹോസ്പിറ്റൽ ബ്രൗഷേഴ്സ് ആർ എക്സിബിറ്റഡ്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടതാണ് ഒരു ടി വി പോലത്തെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അവിടെ റൺ ചെയ്തത്. അവിടുത്തെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ അവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് മെയിൻ ആയിട്ട് അതാണ് ടി വിയിൽ അത് വിഷ്വലൈസ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ പ്രോഗ്രാംസ് കൊടുക്കുന്നത്, ഇങ്ങനെ സ്റ്റാഫുകളുണ്ട്, ഇങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പൊ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, കാര്യങ്ങൾ കണ്ട് മനസ്സിലായി. ഓർ ഫിലിം ഷോസുകൾ, എന്തെങ്കിലും വീഡിയോ ടേപ്പോ അല്ലെങ്കിൽ എന്താ പറയാ ഡോക്യുമെന്ററി ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫിലിം ഷോസ് ആണ്. ദെൻ എക്സിബിഷൻ, ഇങ്ങനെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുക, പ്രദർശിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പബ്ലിക്കിന് ഇന്ന കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും.
അതേപോലെ ഹോസ്പിറ്റലിന്റെ ബ്രൗഷേഴ്സ് ഉണ്ടാവൂലേ, ബ്രൗഷേഴ്സിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഹോസ്പിറ്റൽസിന്റെ ബ്രൗഷേഴ്സ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നോട്ടീസ് ഒക്കെ പോലത്തെ വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ബ്രൗഷർ ഇനി മിസ്റ്റേക്ക് നിങ്ങളുടെ ഉണ്ടോ? നല്ല ബുക്കിൽ മിസ്റ്റേക്ക് ഉണ്ടാകുന്ന നോക്കി ഒന്ന്. കറക്റ്റ് ആണ് സ്പെല്ലിങ്? എന്റെ കുറച്ച് പഴക്കമുണ്ട്, അതുകൊണ്ടായിരിക്കും. ബ്രൗഷേഴ്സ് നോക്കട്ടെ പറഞ്ഞിട്ട് എന്റെ ബുക്ക് എന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ നോക്കട്ടെ. എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നു. എന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. BROCHURE അതാണ് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നത്. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ബ്രൗഷേഴ്സ് ഒക്കെ കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് തെറ്റാട്ടോ. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്തേക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് നോട്ടീസിലേക്ക് പത്രിക കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നോക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ബുക്ക്ലെറ്റ് ഒക്കെ പോലത്തെ ആണെങ്കിൽ ചെറിയ സിമ്പിൾ ബുക്ക്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതാണെങ്കിൽ ഇവിടെ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പബ്ലിക് ഇങ്ങനെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്ത് കിട്ടുന്ന പോലത്തെ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ കിട്ടുന്ന പോലത്തെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു. The school teachers, students, housewives, and the members of a women organization, religious leaders can conduct hospital visit. Not tour എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിസിറ്റുകളാണ്. വെച്ചാല് നമ്മള് ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് ഒരുമിച്ച് സ്റ്റുഡൻസിനെയും കൊണ്ട് അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് കുടുംബശ്രീയിലോ അങ്ങനെ ഉള്ള ആൾക്കാരെല്ലാവരും കൂടി മെമ്പേഴ്സ് ഓഫ് വുമൻസ് ഓർഗനൈസേഷൻ സ്ത്രീ സംഘടനയുടെ മെമ്പേഴ്സോ റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ ചില ഹോസ്പിറ്റൽസിൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം റിലീജിയസ് ലീഡേഴ്സിൽ ഇപ്പൊ ഫാദറൊക്കെ ഉണ്ടാവില്ലേ, ഫാദറൊക്കെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള സ്റ്റാഫുകൾക്ക് അവിടെ ഉള്ള സ്റ്റാഫുകൾക്കും അതേപോലെ അവിടുത്തെ പേഷ്യൻസിന് ഒരു ആശ്വാസമാണ്. കാരണം എങ്ങനെ ഇതിന്റെ പോലെ അസുഖം കുറഞ്ഞാ എന്നൊക്കെ ഒരു ഫാദർ വന്ന് നമ്മളോട് ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കാര്യം കൂടി എന്റെ പ്രാർത്ഥനയിൽ നീ കൂടി ഇട്ട് എന്ന് പറയുമ്പോ ആ ഒരു പേഷ്യന്റിന് കുറച്ചും കൂടി ഒരു ആശ്വാസമാണ് തോന്നുന്നത്. അതേപോലെ സ്റ്റുഡൻസിന് എങ്ങനെ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറയാം കുട്ടികളോട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതേപോലെ സിഗരറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്റെ ഒരു അഭിപ്രായമാണ് സ്റ്റുഡൻസിനെ കൊണ്ടൊരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ഉണ്ടാവില്ല, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവസാന നാളുകൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒന്ന് കാണിച്ചാൽ മതി. അവരെ കൊണ്ടുവന്നൊന്ന് കാണിച്ചു കൊടുക്കുക. ചേട്ടൻ മദ്യപിച്ച് അതേപോലെ മദ്യം ഒരുപാട് കൺസ്യൂം ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്ന് കാണിച്ചു കൊടുക്കുമ്പോ എത്ര ലെക്ചറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണ്, അവരുടെ മുമ്പിൽ ഒരു റോഡ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആള് നിൽക്കാണ്, ഇങ്ങനെ വന്നു, ഇത് ചെയ്തത് കൊണ്ട് ഇങ്ങനെ വന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ്. അപ്പൊ അതെല്ലാം അവരുടെ ബാഡ് ഹാബിറ്റ്സ് നിന്നൊക്കെ അവരെന്ത് ചെയ്യാനായിട്ട് പിന്തിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. അതാണ് ഈ പറഞ്ഞ വിസിറ്റിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യും. ഓക്കെ, ടു ഹോൾഡ് ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഓർ ഓപ്പൺ ഡേ ഹൗസ്. ചില വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ആനുവൽ ഹോസ്പിറ്റൽ ഡേയ്സും ഓപ്പൺ ഡേ ഹൗസുകളും നടത്താറുണ്ട്. അപ്പൊ ഹോസ്പിറ്റലില് പബ്ലിക്കിന് വിസിറ്റ് ചെയ്യാം, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസിന്റെ ഓപ്പറേഷൻസ് എന്ത് ചെയ്യാത്ത രീതിയിൽ അഫക്ട് ചെയ്യാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനൊക്കെ ഫ്രീ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തെല്ലാം ടെക്നിക്കൽ ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ചില എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റൽസിലുള്ളത് അവർക്ക് കുറച്ചും കൂടി അറിവ് കിട്ടും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് പബ്ലിക്കിന് ഒരു ദിവസം ഹോസ്പിറ്റൽസ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി ഇതിന്റെ ഏരിയ ആണ്, ഇങ്ങനെ കാര്യങ്ങളാണ്, ഇത് ലാഭാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു അവസരം കൊടുക്കുക. യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. മാസ് മീഡിയാസ് ഉണ്ടല്ലോ, എന്താണ്
മാസ് മീഡിയാസ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നാം മാസ് മീഡിയാസ്, ന്യൂസ് പേപ്പേഴ്സ്, ടിവിയിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ ബ്രോഡ് ആഡ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ബ്രോഡ് ആഡ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഒരു സിനിമയാണ്. ലാലേട്ടൻ. ഓക്കെ, കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതില് ഒരു ഹോസ്പിറ്റൽസിന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നതിനോടൊപ്പം അവിടെ ജനിക്കുന്നത് ഒരു അച്ഛനും അമ്മയുമാണ് എന്ന് പറയുന്ന 5 ലൈൻ വരുന്ന ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലൈനിൽ നമ്മളൊക്കെ വീട് പോവുകയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് 5 ലൈൻ കൂടി വന്നു കഴിഞ്ഞാല് ഒരു നല്ലൊരു ഇമേജ് ആയിരിക്കും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് കൂടെ തോന്നുന്നത്. അതേപോലെ തന്നെ വേറൊരു അഡ്വർടൈസ്മെന്റ് ആണ് ചേക്കേറാൻ ചില്ലകളിൽ നന്മമരത്തിൻ ചില്ലകളിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഏതാണ്? ഒരു അസറ്റ്സ് ഹോംസിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. അസറ്റ്സ് ഹോംസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, ഫ്ലാറ്റ് ഒക്കെ ഉള്ള ഒരു ഫ്ലാറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് ആണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ചെന്ന് താമസിക്കാനായിട്ടൊരു കൂട് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നുള്ള രീതിയാണ് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു ബെറ്റർ ഇമേജ് ആണ്. എനിക്ക് ആ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു അഡ്വർടൈസ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചെന്ന് പാർക്കാനായിട്ട് ഒരു നല്ലൊരു പ്ലേസ് ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇമേജ് നമുക്ക് അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ജസ്റ്റ് ഒരു മാസ് മീഡിയ വഴി, ന്യൂസ് പേപ്പേഴ്സ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഇമേജ് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പറയുന്നത് നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് റിപ്പീറ്റ് ഓരോന്നായിട്ട് പറയാണ്. അപ്പൊ എവിടം വരെ പറഞ്ഞു നിർത്താൻ പറ്റും ഞാൻ അവിടം വരെ നിർത്താണ്. അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നമ്മൾ ഈ പറഞ്ഞ ഈ ഓരോ പോയിന്റ്സും കുറച്ചും കൂടി ലാവിഷ് ആയിട്ട് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇനി വരുന്ന സെറ്റിൽ കേട്ടോ. ഇനി വരുന്ന പേജസിൽ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ടൈം ഞാൻ ഇപ്പോഴാണ് നോക്കിയത്. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. പബ്ലിക്കിന്റെ ഇടയിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഇമേജ് കൂട്ടാൻ വേണ്ടി നമ്മൾ സ്വയമേ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നല്ല പെർഫോമൻസ് ഉള്ള സ്ഥാപനങ്ങളോടായിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനോടായിരിക്കും പബ്ലിക്കിന് ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞതില്? കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ താങ്ക് യു. നോയോ? ഡൗട്ട് ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.